ആർ യു പാഷനേറ്റ് അബൌട്ട് ഫാഷൻ? നിങ്ങൾക്കൊരു ഫാഷൻ ബിസിനസ്സിലൂടെ മികച്ച വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ബിസിനസ് ഐഡിയാസ്, ഫാഷൻ ബിസിനസ് ഐഡിയാസും അതുപോലുള്ള ടിപ്സുമാണ്. ഈ 2025 എന്ന് പറയുന്ന കാലഘട്ടം നമുക്ക് ഒരു ബിസിനസ് ചെയ്യുവാനായിട്ട്, ഒരു ബൊട്ടിക് ബിസിനസ്സോ അല്ലെങ്കിൽ ഫാഷൻ ബിസിനസ് ചെയ്യുവാനായിട്ട് ഏറ്റവും മികച്ച ഒരു വർഷമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഓൺലൈൻ പ്രസൻസിലൂടെ നമ്മളുടെ ഒരു ബിസിനസ്സിനെ ഗ്ലോബലി നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു AI ടൂൾസ് ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളാണെങ്കിലും ഓട്ടോമേഷനിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ 10x സ്പീഡിൽ വളർത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ ഇത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ട്രെൻഡ് അല്ല കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്, ഫാഷൻ ഐഡന്റിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അതായത് നമ്മൾ ഒരു ട്രെൻഡിന്റെ പുറകെ പോകുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നത് അവരുടെ ഐഡന്റിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. സോ നമുക്ക് എങ്ങനെയുള്ള ഒരു ബിസിനസ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് നമുക്കിപ്പോൾ ഫാഷൻ ബിസിനസ്സിൽ ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാൻ പറ്റുന്ന ബൊട്ടിക് ബിസിനസ് നല്ലൊരു കാര്യമാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് നമ്മുടെ ബൊട്ടിക് ബിസിനസ്സിനെ കൊണ്ടുപോകാം. അത് വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതിലൂടെ നമുക്ക് വളരെയധികം നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്ത് നമുക്ക് നല്ലൊരു ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് കസ്റ്റം സ്റ്റിച്ചിങ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റിച്ചിങ് അറിയാവുന്ന വ്യക്തിയാണെങ്കിലും സ്റ്റിച്ചിങ് അറിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ കൂടി നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് പഠിച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്കൊരു നല്ല ബിസിനസ്സിലേക്ക് എത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ്. വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫാഷൻ റീസെല്ലിംഗ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഹോൾസെയിലിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് അതിനകത്ത് സ്റ്റിച്ചിങ് ഒന്നും വേണ്ടതില്ല, അല്ലാതെ തന്നെ നമുക്ക് റീസെല്ല് ചെയ്യാൻ പറ്റുന്ന റീസെല്ലിംഗ് ആണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്ന് ഫാഷൻ ബൊട്ടിക്ക്, അതുപോലെ തന്നെ കസ്റ്റം സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ റീസെല്ലിംഗ് ആണ്. റീറ്റെയിലായിട്ട് നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തതിലൂടെ നമുക്ക് ഒരുപാട് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫാഷനോട് താല്പര്യമുണ്ട്, ഡിസൈനിങ്ങിനോട് താല്പര്യമുണ്ട്, പക്ഷേ ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ബാഗ്, ഷൂസ്, അതുപോലെ തന്നെ ഹോം ഡെക്കോർ, ആക്സസറീസ്, ബെൽറ്റ്, അതുപോലെ തന്നെ ഈ എന്താ പറയുക സ്കാർഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരു ഈ ബിസിനസ് റൺ ചെയ്യുകയും ഇതിനകത്ത് നല്ലൊരു ഡെപ്ത് നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു കോച്ചിങ് ബിസിനസ് ആക്കി മാറ്റാവുന്നതാണ്. കോച്ചിങ്ങിലൂടെയും അതുപോലെ തന്നെ ഫാഷൻ കൺസൾട്ടിങ്ങിലൂടെയും നിങ്ങൾക്ക് നല്ലൊരു മികച്ച വരുമാനം നേടിയെടുക്കാവുന്നതാണ്. സോ ഈ ഒരു 5 ഐഡിയാസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫാഷൻ ബിസിനസ് ജേർണിയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം നിങ്ങളുടെ ഒരു നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഏതിലാണ് എനിക്ക് പ്രാവീണ്യമുള്ളത്, ഏത് സംരംഭം എടുത്താലാണ് എനിക്ക് അതിനകത്ത് കൂടുതൽ മികച്ചതായി മാറാൻ സാധിക്കുന്നതെന്നുള്ള ഒരു നിഷ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഏതാണ് ആവശ്യകത, നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യകതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു സ്റ്റഡി നടത്തുക, ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം നമുക്കിപ്പോൾ കോച്ചിങ്ങും അതുപോലെ തന്നെ കോഴ്സസും വെബിനാറുകളും ഒക്കെ ലഭ്യമാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ഈ അറിവിനെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുകയും അതിലൂടെ നമുക്ക് നല്ല മികച്ച രീതിയിൽ വരുമാനം നേടിയെടുക്കാനും സാധിക്കും. നമ്മൾ ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കരുത്. ഒരു പാത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇറങ്ങി പ്രവർത്തിക്കുക. അതിലൂടെ നമ്മൾ കൂടുതൽ അതിനകത്ത് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പറയുക, അതിനകത്ത് മുക്കി കുതിർത്തിയെടുക്കുക എന്ന് പറയില്ല, അതുപോലെ നമ്മൾ അതിനെ ഇമ്മേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിൽ നല്ല ഐഡിയാസ് കിട്ടും. അതിലൂടെ നമുക്ക് നല്ലൊരു മികച്ച വരുമാന മാർഗം കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതുപോലെയുള്ള കോച്ചിങ്ങും മെൻറ്റർഷിപ്പും അതുപോലെയുള്ള ഗൈഡൻസ്, നമുക്ക് ഓൺലൈനിലൊക്കെ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഓൺലൈനിൽ ബൊട്ടിക്ക് നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും കോച്ചിങ്ങുകളും എല്ലാം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നമ്മൾ എല്ലാ വെനസ്ഡേയ്സിലും നമ്മൾ എല്ലാ വെനസ്ഡേയ്സിലും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ മീറ്റിംഗ് ഉണ്ട്, വീക്കിലി മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേയും നമുക്ക് വെബിനാറുകളുണ്ട്, ഫ്രീ ആയിട്ടുള്ള വെബിനാറുകളാണ്. അതിനകത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാം. സോ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഈ ഒരു ജേർണിയിൽ പാർട്ടായി നിങ്ങളുടെ ഒരു മികച്ച വരുമാന മാർഗം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓരോ വിമൻസും നമുക്ക് സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ഒരു വേറെ ലെവലിലായിട്ട് മാറും. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളതൊക്കെ നേടിയെടുക്കാനായിട്ട് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ തന്നെ
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കൺസെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മുടെ കയ്യിലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം തന്നെ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഓരോരുത്തരും ഇനി ഒരു വരുമാന മാർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പാർട്ടാവുക. നമ്മുടെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഓൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ. ടേക്ക് കെയർ.